നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന് പറയുന്ന മറ്റൊരു ചാനലുണ്ട്. ഈ രണ്ട് ചാനലിലും സർവീസ് രംഗത്തെക്കുറിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഷയങ്ങളും ഞങ്ങൾ വളരെ ഗൗരവമായി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് നീതികേടിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും ചതിക്കപ്പെടുന്നതിൻ്റെയൊക്കെ പുതിയ പുതിയ കഥകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീം വന്നതിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുമായും ഒക്കെ ചേർന്ന് കിടക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് സർവീസ് ഷോട്ട് എന്നുള്ള കാര്യത്തിൽ ചെയ്യുന്നു. ഞങ്ങളുടെ സർവീസ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തന്നെ വളരെയധികം ആളുകൾ ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനും സംശയങ്ങൾ അറിയുന്നതിനുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരാം. അതിൻ്റെ നമ്പർ അയച്ച് നിങ്ങൾ ഈ നമ്പറിൽ ഇതിനകത്തുള്ള തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വരാം. അതുപോലെ തന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതിനും അതിനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് സർവീസ് മാറ്റർ ചെയ്യുന്നതിനുമെങ്കിൽ ഞങ്ങൾക്ക് കൺസൾട്ടന്റുമാരുണ്ട്. അവർക്ക് പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം സൗജന്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കട്ടെ. നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന പുതിയ ഒരു തരം പെൻഷൻ സ്കീം 2003 ഡിസംബറോടുകൂടി വരികയും 2004 ജനുവരിയോടുകൂടി രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ രാജ്യത്താണ് നടപ്പിലാക്കി. പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയത് 2013 അത് നടപ്പിലാക്കുന്നത്. 13 ഏപ്രിൽ 1 മുതലോ മറ്റുമാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഡേറ്റയെ സംബന്ധിച്ചൊന്നും നിങ്ങൾ തർക്കിക്കേണ്ട, കണ്ടന്റ് എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം കേരളത്തിൽ ഇത് വന്നതിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നഷ്ടപ്പെട്ടു പോയ ഒരു 50,000-ത്തിലധികം വരുന്ന ആളുകളുടെ കാര്യമാണ് ഇങ്ങനെ. അത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ വിഷയം ഒരു സർവീസ് സംഘടനയും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഒരു മുഖ്യധാര ചാനലുകളും ഏറ്റെടുത്തിട്ടില്ല. ഒരു പത്രങ്ങളും ഏറ്റെടുത്തിട്ടില്ല. ഒരു സമകാലിക മലയാളം എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ഓൺലൈനിൽ ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു ന്യൂസ് വന്നിരുന്നു. അല്ലാതെ വേറെ ആരും ഇത് എടുത്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായി എടുക്കുന്നത്. എന്താണ് ഇവിടെ ചതിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്? ഇവിടെ ഒരു ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട്. എന്താണ് ആ ഭരണഘടനാ ലംഘനം? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇത് കേൾക്കുന്ന പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സർവീസ് സംഘടനക്കാരോടും ഭരണപക്ഷ പ്രതിപക്ഷ സർവീസ് സംഘടനക്കാരോടും പറയുന്നത്, അതുപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ഈ ട്രാപ്പിൽ പെട്ടുപോയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടായിട്ട് NPS-ലേക്ക് മാറിപ്പോയ അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷനിലേക്കൊക്കെ മാറിപ്പോയ 50,000-ത്തോളം വരുന്ന അസംഘടിതരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് കൂടിയാണ്. നിങ്ങൾ ഏതെങ്കിലും യൂണിയനിലോ അസോസിയേഷനിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ടേക്കപ്പ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ സ്വതന്ത്രമായി നിങ്ങൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുക. നിങ്ങൾ സ്വതന്ത്രമായി വിഷയം ടേക്കപ്പ് ചെയ്താലും അവരോടൊപ്പം ചേർന്നാലും സുഭാഷിതം ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ചില ഉറപ്പുകളുണ്ട് മനുഷ്യന്. നമ്മൾ ഭരണഘടനാ ലിറ്ററസി നടത്തിയവരാണ്. മുട്ടിന് ഇവിടുത്തെ ആളുകളെല്ലാം ഭരണഘടന എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഈക്വൽ ജോലിക്ക് ഈക്വൽ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇങ്ങനെ ഒരു ക്ലോസ് കിടപ്പുണ്ട്. ഈ ക്ലോസിന്റെ നഗ്നമായ ലംഘനമാണ് 2013 മുമ്പേ പരീക്ഷ എഴുതി എന്നാൽ 2013 ശേഷം ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നവരുടെ കുറെ കഥ 50,000 പേരുടെ. ഇനി ബാക്കി കഥ ഞാൻ പറയാം. അപ്പൊ ആർട്ടിക്കിൾ 14 ഒരു ലംഘനമുണ്ട്. ഇനി ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത് അറിയാവോ? ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശം ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്. ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യന്റെ, ഒരു സിറ്റിസന്റെ അന്തസ്സോടുകൂടി ലീവ് വിത്ത് ഡിഗ്നിറ്റി, ആ വാക്ക് വളരെ പ്രധാനമാണ്. ബാക്കി വാക്കുകളൊക്കെ പോട്ടെ. ഇപ്പം വെള്ളം കൊടുക്കണം, വായു കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പിന്നെ ജീവിത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ആർട്ടിക്കിൾ 21 അനുസരിച്ച്. പക്ഷേ അതിനകത്ത് ഒരു വാക്ക് വളരെ പ്രധാനമാണ്. ഈ കേസിൽ ഡിഗ്നിറ്റി വിത്ത് ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ 50,000-ത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അന്തസ്സില്ലാതെയാണ് ജീവിക്കുന്നത്. ഇത് കേൾക്കുന്ന അവരെന്നോട് പുറക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സില്ലാതെയാണ് ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. എന്താണ് സംഭവിച്ചത്? നമ്മൾ PSC എഴുതുന്നു. UPSC ആവട്ടെ, കേരള PSC ആവട്ടെ, ഒരു കമ്പനിയിലാവട്ടെ, നമ്മൾ ജോലിക്ക്, അത് പ്രൈവറ്റ് സ്ഥാപനമായാൽ പോലും നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതുന്നു. ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കും. നോട്ടിഫിക്കേഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാതെ നിങ്ങൾ 10 വർഷമായിട്ട് ഉറക്കം തൂങ്ങുകയാണ് പലരും. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം കിട്ടിയപ്പോൾ ആവേശത്തോടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ PSC-യിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ അപ്ലൈ ചെയ്താൽ ആ നോട്ടിഫിക്കേഷനാണ് ബൈൻഡിങ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞെന്താണ്? കളി തുടങ്ങിയതിന് ശേഷം കളിയുടെ നിയമം മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ, ഞാനൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അതിനകത്ത് കുറെ കണ്ടീഷൻസ് പറയും.
ഈ കണ്ടീഷൻസ് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞ പോലെ കളി തുടങ്ങിയതിന് ശേഷം കളിയുടെ നിയമം മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ കളിയായിരിക്കണം. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ നോട്ടിഫിക്കേഷനിൽ കുറെ കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻ പറയുന്ന സമയത്ത് നിലവിൽ എന്താണോ രാജ്യത്തെ നിയമം, നിലവിൽ എന്താണോ സ്റ്റേറ്റിലെ നിയമം, ആ നിയമം അനുസരിച്ച് എനിക്ക് ജോലി തരണം, അതെന്റെ പെൻഷൻ പറ്റുന്നത് വരെ തരണം. കാരണം ആ കണ്ടീഷൻ വന്നതിന് ശേഷം PSC ഇപ്പൊ 2003 മുൻപ് അല്ലെങ്കിൽ 2013 മുമ്പ് PSC ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2003 മുമ്പ് UPSC ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്ലൈ ചെയ്തു, നോട്ടിഫിക്കേഷൻ വിളിച്ച് അപ്ലൈ ചെയ്തു, ആളുകൾ അപ്ലൈ ചെയ്തു. പക്ഷെ പരീക്ഷ നടത്താൻ വീണ്ടും സമയമെടുത്തു, പരീക്ഷ നടത്തി ലിസ്റ്റ് വരാൻ വീണ്ടും സമയമെടുത്തു, ലിസ്റ്റ് വന്നിട്ട് വേക്കൻസി റൈസ് ചെയ്ത് വന്ന് കയറാൻ വീണ്ടും സമയമെടുത്തു. ഇതൊക്കെ ആരുടെ കുറ്റം? അതൊരിക്കലും പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റിന്റെ കുറ്റമേ അല്ല. അപ്പോൾ ഒരു മ്യൂച്വൽ കൺസെന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സർവീസ് കാര്യങ്ങൾ. ഇതൊന്നും ഒരു ഉദ്യോഗസ്ഥനും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്താണ് മ്യൂച്വൽ കൺസെന്റ്? മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കണ്ട് ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹാൾ ടിക്കറ്റ് വന്ന് നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ ലിസ്റ്റിൽ വന്നാൽ നമ്മൾ നിയമപരമായി ഒരു മ്യൂച്വൽ കൺസെന്റിലേക്ക് പോവുകയാണ്. PSC UPSC ആയിട്ട് എന്താ കൺസെന്റ്? ഞാൻ കണ്ട നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ അയച്ച നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരാൻ ബൈൻഡിങ് ആണ്, ബാധ്യതയുണ്ടെന്ന് PSCയും ബാധ്യതയുണ്ട്, ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. ഇതൊരു മ്യൂച്വൽ കൺസെന്റ് ആണ്. ഇത് പക്ഷേ എഴുതിയൊന്നും വെച്ചിട്ടില്ല, ഒരു കരാറിലും പത്രത്തിലൊന്നും എഴുതില്ല. പക്ഷെ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില കീഴ്വഴക്കങ്ങളും മ്യൂച്വൽ കൺസെന്റും. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 14 ലംഘനമുണ്ട്, ആർട്ടിക്കിൾ 21 ലംഘനമുണ്ട്, മ്യൂച്വൽ കൺസെന്റിന്റെ ലംഘനമുണ്ട്. ഇനിയാണ് ഇതിന്റെ മറ്റു കഥകൾ. 2003 ശേഷം മുമ്പ് നോട്ടിഫിക്കേഷനിൽ പരീക്ഷ എഴുതിയ IAS IPSകാർക്ക്, അതുപോലെ രാജ്യത്തെ ഒരുപാട് ഉദ്യോഗസ്ഥർ, ഈ IAS IPSകാർക്ക് കേരളത്തിൽ കുറച്ചു പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. അതിന്റെ ലിസ്റ്റൊക്കെ നമ്മളിലുണ്ട്, പക്ഷെ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കുറച്ചു പേർക്ക് കേരളത്തിലും കിട്ടിയ അതിന്റെ ബെനിഫിറ്റ്. 2003 കേരളത്തിൽ നാഷണൽ പെൻഷൻ സ്കീം വന്നിട്ട് അതിന് മുമ്പേ നോട്ടിഫിക്കേഷൻ നടത്തി. ആ നോട്ടിഫിക്കേഷനിൽ ജോലി 2003 ശേഷം കിട്ടിയവർക്കും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോകാനുള്ള ഓപ്ഷൻ കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. ഇത് അതേസമയം 2013 പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ പെൻഷൻ സ്കീമും പങ്കാളിത്ത പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ നാഷണൽ പെൻഷൻ സ്കീമൊക്കെ വന്നല്ലോ, അതിൽ പാറ്റേൺ മാറിയല്ലോ. പങ്കാളിത്ത പെൻഷൻ മോഡലുള്ള പാറ്റേൺ മാറിയപ്പോഴും 2013 മുമ്പേ ടെസ്റ്റ് എഴുതിയവർ, നോട്ടിഫിക്കേഷൻ വന്നവർ എലിജിബിൾ ആണ്. എന്തിന് എലിജിബിൾ? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. ഏതിന്റെ നിയമത്തിൽ? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, മ്യൂച്വൽ കൺസെന്റ്, ആർട്ടിക്കിൾ 16, ഇങ്ങനെ പല പല ആർട്ടിക്കിൾ പ്രകാരവും നാട്ടിലെ കീഴ്വഴക്കവും അനുസരിച്ചും PSCയും കാൻഡിഡേറ്റുമായിട്ടുള്ള മ്യൂച്വൽ കൺസെന്റ്, മ്യൂച്വൽ എഗ്രിമെന്റ് അനുസരിച്ചും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കുന്നില്ല. അതേസമയം ഇവർ കേസിന് പോയപ്പോഴോ അതും ഓരോരിടത്തും എത്താതെ കിടക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലുള്ള, കർണാടക പോലുള്ള 2-3 സംസ്ഥാനങ്ങളിൽ എന്ത് കൊടുത്തു? അങ്ങനെ വന്നവർക്ക് എന്നാണോ നോട്ടിഫിക്കേഷൻ നടത്തിയത്, ആ നോട്ടിഫിക്കേഷൻ ഡേറ്റിൽ എന്താണോ രാജ്യത്തെ നിയമം, സംസ്ഥാന നിയമം, അതനുസരിച്ച് മാറാനുള്ള അവസരം അവർക്ക് കൊടുത്തു. കേരളത്തിൽ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ അതിനുശേഷം ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ബാബുവിന്റെ റിപ്പോർട്ട് വന്നു. അത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ പെൻഷൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ഇത് വന്നു. അതായത് 2023 ഏപ്രിൽ 11 ശേഷം ഏപ്രിൽ 1 ശേഷം നിയമനം ലഭിച്ച പങ്കാളിത്ത പെൻഷൻകാർക്ക് ഈ പഴയതിലേക്ക് പോകാനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജസ്റ്റിസ് സതീഷ് ചന്ദ്രയുടെ ഒരു ഉത്തരവുണ്ട്. അപ്പൊ ജസ്റ്റിസ് സതീഷ് ചന്ദ്രയുടെ ഉത്തരവുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവുകളുണ്ട്. പിന്നെ സുപ്രീം കോടതി അതിനകത്ത് നിരീക്ഷിച്ചത് ഇതാണ്: കളി തുടങ്ങിയതിന് ശേഷം കളിയുടെ നിയമം മാറ്റാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് തരണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയേണ്ടത്? 2003 മുമ്പ് നോട്ടിഫിക്കേഷൻ നടത്തിയ ടെസ്റ്റ് എഴുതിയവർ, നോട്ടിഫിക്കേഷനിൽ പോയവർ, ടെസ്റ്റ് ചിലപ്പോൾ എഴുതിയ 2003 ശേഷമായിരിക്കാം. എപ്പോൾ ടെസ്റ്റ് എഴുതിയാലും 2003 ശേഷം NPS വന്നതിന് ശേഷമാണ് അപ്പോയിന്റ്മെന്റ് നടന്നെങ്കിലും അവർക്ക് കേന്ദ്ര ഗവൺമെന്റും NPS നടപ്പിലാക്കിയ ഉത്തർപ്രദേശ്, പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനവും അവരുടെ ഓൾഡ് പെൻഷനിലേക്ക്, സ്റ്റാറ്റ്യൂട്ടറിലേക്ക് പോകാൻ ഓപ്ഷൻ കൊടുത്തപ്പോൾ കേരളം കൊടുത്തില്ല. 2013 കേരളത്തിൽ പിന്നെ പങ്കാളിത്ത പെൻഷൻ നമ്മുടെ NPS വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ എഴുതിയവർക്കും ഈ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയൊരു നീതി നിഷേധം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിലൊരു 50,000 പേരോളം ഇതിനകത്തുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു 50,000 പേരുണ്ടായിട്ട് അവർക്ക് 10 വർഷം കഴിഞ്ഞിട്ടും, ഇപ്പൊ 2013 കഴിഞ്ഞ് 14 ശേഷം ഇപ്പൊ 10 വർഷം കഴിയുന്നു, 10 വർഷം കഴിഞ്ഞിട്ടും അവർക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ
അത്ഭുതമാണ്. വളരെ വളരെ രസകരമാണ്. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗം പോലെ ഉദ്യോഗസ്ഥ രംഗവും. ദയവായി നിങ്ങൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക. നിങ്ങളോടൊപ്പം സുഭാഷിതമുണ്ട്.